ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാനിപ്പോൾ ഇന്നൊരു സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോവാണ്. സോ അവിടുത്തെ ഗ്രോസറീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇവിടെ സമയം 5 മണി ആയിട്ടുള്ളൂ, പക്ഷേ മൊത്തം ഇരുട്ടായി തുടങ്ങി. മാത്രമല്ല നല്ല രീതിയിൽ സ്നോഫാളും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പോകുന്നത് അഷാൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് ഒരു 3 സ്റ്റോപ്പ് ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തും. അങ്ങനെ അഷാൻ സൂപ്പർ മാർക്കറ്റിലെത്തി. ഈവനിങ് ടൈമൊക്കെ ആയതും കൊണ്ട് തിരക്ക് കുറവാണ്. ഇതാണ് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ സെക്ഷൻ. പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും അധികം എക്സ്പെൻസീവ് അല്ല, ഏകദേശം നമ്മുടെ നാട്ടിലെ ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ചില ഐറ്റംസ് മാത്രം കുറച്ച് എക്സ്പെൻസീവാണ്. ആപ്പിളിന് റഷ്യൻ ലാംഗ്വേജിൽ യാബ്ലക്ക എന്നാണ് പറയുന്നത്. ഇവിടെ പല ക്വാളിറ്റിയിലുള്ള ആപ്പിൾ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പല റേറ്റാണ് വരുന്നത്. ഈ ആപ്പിളിന് 1 കിലോയ്ക്ക് 129 റൂബിളാണ്. പിന്നെ ഗ്രീൻ ആപ്പിളിന് 1 kgക്ക് 149 റൂബിളാണ്. പിന്നെ ഈ ആപ്പിളിനാണെങ്കിൽ 139 റൂബിളാണ് 1 കിലോയ്ക്കുള്ളത്. പൈനാപ്പിളിന് അനന്നാസ് എന്നാണ് ഹിന്ദി ലാംഗ്വേജിൽ, അതേ സെയിം തന്നെയാണ് റഷ്യൻ ലാംഗ്വേജിലും. ഇതിനിവിടെ 249 റൂബിളാണ് 1 കിലോയ്ക്ക്. ഗ്രേപ്സിന് ഇവിടെ വിനോഗ്രാദ് എന്നാണ് പറയുന്നത്. അത് 1 kgക്ക് 159 റൂബിളാണ്, അതായത് ഏകദേശം 127 ഇന്ത്യൻ റുപ്പി. പിന്നെ ഇവിടെ ഓറഞ്ചിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഓറഞ്ചിന് റഷ്യൻ ലാംഗ്വേജിൽ ആപ്ലിസീനി എന്നാണ് പറയുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 1 കിലോയ്ക്ക് 129 റൂബിളാണ്, അതായത് ഏകദേശം 100 INR ആണ് വരുന്നത്. ക്യാബേജിന് കപ്പൂസ്ത എന്നാണ് പറയുന്നത്. അതിന് 43 റൂബിളാണ്. അതേപോലെ തന്നെ റെഡ് കളറിലുള്ള ക്യാബേജ് ഉണ്ട്, അതിന് 69 റൂബിൾസുമാണ് വരുന്നത്. പിന്നെ ക്യാരറ്റ് ആണെങ്കിൽ ക്ലീൻ ചെയ്തതുമുണ്ട് ക്ലീൻ ചെയ്യാത്തതുമുണ്ട്. ക്യാരറ്റിന് ഇവിടെ പറയുന്നത് മർക്കോഫ്ക എന്നാണ്. അപ്പോൾ ക്ലീൻ ചെയ്തതിന് 79 റൂബിൾസാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ക്ലീൻ ചെയ്യാത്ത ക്യാരറ്റും ഉണ്ട്. പിന്നെ ഇത് ക്യാപ്സിക്കം ആണ്. ഇത് ക്യാബേജ് അല്ല, ഇത് ക്യാബേജ് പോലത്തെ വേറൊരു വെജിറ്റബിളാണ്. ബീട്രൂട്ടിന് സ്വേക്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനും 99 റൂബിൾസാണ്. പിന്നെ ഈ ഒരു പച്ചക്കറിക്കും 99 റൂബിൾസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഇവിടെയുള്ളൊരു വെജിറ്റബിളാണ്. ഇതിന് പറയുന്നത് ഒഗുർട്സി എന്നാണ്. ഇത് ഇവരുടെ ലാംഗ്വേജിൽ ഒഗുർട്സി എന്നാണ് പറയുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 289 റൂബിളാണ് 1 കിലോയ്ക്ക്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ക്ലീൻ ചെയ്യാത്ത ക്യാരറ്റ് 33 റൂബിളാണ് 1 kg. കർത്തോഷ്ക അഥവാ പൊട്ടറ്റോയ്ക്ക് 119 റൂബിളാണ് 1 കിലോയ്ക്ക്. വെളുത്തുള്ളിക്ക് റേറ്റ് കുറച്ച് കൂടുതലാണ്. വെളുത്തുള്ളിക്ക് 1 കിലോയ്ക്ക് 359 റൂബിളാണ്. ഈ വൈറ്റ് കളറുള്ള ഒനിയനും റെഡ് കളറുള്ള ഒനിയനും 99 റൂബിൾസാണ്. പിന്നെ ഈ ഒനിയനാണെങ്കിൽ അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഈ ഒനിയനാണ്. ഇതിനാണെങ്കിൽ 54 റൂബിൾസാണ് വരുന്നത് 1 കിലോയ്ക്ക്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒനിയൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും എനിക്ക് ഇതിന് തോന്നിയിട്ടില്ല. പിന്നെ ഇത് ചിക്കൻ്റെ സെക്ഷനാണ്. ഇതിന് റേറ്റ് വരുന്നത് 359 റൂബിളാണ്. പിന്നെ ഇത് ലിവറിൻ്റെ സെക്ഷനാണ്. പല റേറ്റ് ഉണ്ട്. 129 ആണിത്. താഴെ കണ്ടത് 169, 189 ആ ഒരു റേറ്റിൻ്റെ ആയിരുന്നു താഴെയുള്ളത്. ഇതൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഏകദേശം 759 റൂബിളാണ്, അതായത് INR അപ്രോക്സിമേറ്റ്ലി 720 ഇന്ത്യൻ റുപ്പിയൊക്കെയാണ് വരുന്നത്. ഇത് മൊത്തം മീറ്റിൻ്റെ സെക്ഷനാണ്. മീറ്റിന് ഇവിടെ മ്യാസ എന്നാണ് പറയുന്നത്. ചിക്കൻ, ബീഫ്, മട്ടൻ, പോർക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള മീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ബീഫിനും പോർക്കിനും ഒക്കെ ചിക്കനേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. പിന്നെ ഈ കളറുള്ള ബോക്സിലൊക്കെ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ഇത് ബീഫാണ്. പിന്നെ ഇത് മസാല പുരട്ടിയിട്ടുള്ള ചിക്കനാണ്. ഇതിന് 289 റൂബിളാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ കബോർഡിൽ വേറൊരു ചിക്കൻ കൂടിയുണ്ട്, അത് മസാല പുരട്ടി വെച്ചാണ്. അതിന് 539 റൂബിളാണ്. പിന്നെ ഇതാണ് കുക്കിംഗ് ഓയിൽസിൻ്റെ സെക്ഷൻ. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കിട്ടുന്നത്. 84 റൂബിൾ തൊട്ടാണ് സ്റ്റാർട്ടിങ്. പിന്നെ പല റേറ്റിലുള്ള പല വെറൈറ്റീസ് ഓഫ് കുക്കിംഗ് ഓയിൽ അവൈലബിൾ ആണ്. പിന്നെ 104 റൂബിളിൻ്റെ കുക്കിംഗ് ഓയിലുണ്ട്, 250-ൻ്റെ, 360-ൻ്റെ, അങ്ങനെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പല റേറ്റിലുള്ള കുക്കിംഗ് ഓയിലുണ്ട്. എൻ്റെ കുക്കിംഗ് ഓയിൽ തീർന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കഷ്ദി തേൽ ഈ ഒരു ബ്രാൻഡിൻ്റെ കുക്കിംഗ് ഓയിലാണ് ചൂസ് ചെയ്തത്.
പിന്നെ ഇത് ചില്ലി പൗഡറാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില്ലി പൗഡറിൻ്റെ അത്ര സ്പൈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇത് യൂസ് ചെയ്തപ്പോൾ. പിന്നെ ഇവിടെ കുരുമുളക് പൊടി അവൈലബിൾ ആണ്. അത് പല വെറൈറ്റി കുരുമുളക് പൊടി ഉണ്ട്. ഇവിടുത്തെ കുരുമുളക് പൊടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുരുമുളക് പൊടിയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും എനിക്ക് ഇവിടെ ഫീൽ ചെയ്തില്ല. ഇത് പല റേറ്റിൻ്റെ ഉണ്ട്. 44 റൂബിളിൻ്റെ ഉണ്ട്, 19 റൂബിളിൻ്റെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഹൈ ക്വാളിറ്റിയിലുള്ളത് 69 റൂബിളിൻ്റെ വരെ അവൈലബിൾ ആണ്. പിന്നെ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കുർക്കുമ എന്നാണ് ഇവിടെ മഞ്ഞൾപ്പൊടിക്ക് പറയുന്നത്. അത് 2 വെറൈറ്റി ഉണ്ട്. 44 റൂബിളിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ 69 റൂബിളിൻ്റെ ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടുത്തെ മഞ്ഞൾപ്പൊടി ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇത് നൂഡിൽസിൻ്റെ സെക്ഷനാണ്. കപ്പ് നൂഡിൽസ് തൊട്ട് നൂഡിൽസിൻ്റെ എല്ലാ വെറൈറ്റിയും അവൈലബിൾ ആണ്. പിന്നെ ഇന്ത്യയിലെ നൂഡിൽസിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല ഇവിടുത്തെ നൂഡിൽസിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റും സ്പൈസിയുമായിട്ടുള്ള നൂഡിൽസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടുത്തെ നൂഡിൽസിൻ്റെ പല വെറൈറ്റീസും ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിലത്തെക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവാണ് ഇവിടുത്തെ നൂഡിൽസ്. 29-39 റൂബിളൊക്കെയാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്ത അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ ഇതാണ് റൈസിൻ്റെ സെക്ഷൻ. റൈസും പല ക്വാളിറ്റിയിൽ പല റേറ്റിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു കുത്തരിയല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ ആ ഒരു വെളുത്ത അരിയാണ് കിട്ടുന്നത്. ഞാൻ സാധാരണ ഇതാണ് ചൂസ് ചെയ്യാറ്. ഇത് 1 കിലോയ്ക്ക് 99 റൂബിളാണ് വരുന്നത്. പിന്നെ 1 കിലോയ്ക്കാണെങ്കിൽ 250 റൂബിൾ, 350 റൂബിൾ, അങ്ങനെ ക്വാളിറ്റി കൂടിയ റൈസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എഗ്ഗ് പല സൂപ്പർ മാർക്കറ്റിലും പല റേറ്റാണ് വരുന്നത്. ഇത് നോർമലി 296 റൂബിളാണ്. അത് 20 എണ്ണം അവൈലബിൾ ആണ്. പിന്നെ 10 എണ്ണത്തിൻ്റേത് 99. പക്ഷേ വേറെ ചില സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ 10 എണ്ണം 69 റൂബിളിനും 79 റൂബിളിനും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കാടമുട്ടയും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലത്തേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവാണ് കാടമുട്ട ഇവിടെ. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. ഇത് ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ പല വെറൈറ്റിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇവിടുത്തെ ചോക്ലേറ്റ്സൊക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലൊന്നും ഉറപ്പായിട്ടും ഇത്രയും നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ്സ് ഒന്നും കിട്ടില്ല. ഈ ആൽപെൻഗോൾഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചോക്ലേറ്റ്സും തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് റാഫെല്ലോ. ഇത് അകത്ത് നട്ട്സ് വെച്ച ഒരു ടൈപ്പ് ചോക്ലേറ്റ് ആണ്. ഇതും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഇത് 299 റൂബിളാണ്. അതിൻ്റെ തന്നെ പല വെറൈറ്റീസാണ് ഈ കാണുന്നത്. പിന്നെ കോൺഫർട്ടിയും നല്ല ടേസ്റ്റാണ്. പക്ഷേ റാഫെല്ലോയുടെ അത്ര ടേസ്റ്റ് ഇല്ല. ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. 119 റൂബിളൊക്കെയാണ് ഒരു ബോക്സിന് വരുന്നത്. അതിൽ പക്ഷേ 4-5 ചോക്ലേറ്റ്സ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. പിന്നെ ഫെറേറോ കളക്ഷൻ. ഇത് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. നാട്ടിലും ഇത് എക്സ്പെൻസീവ് ആണ്. ഇത് മാക്സ് ഫൺ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ആണ്. ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ട ചോക്ലേറ്റ് ആണ്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇത് വായിലിട്ടിട്ടെങ്കിലും ഒരു തരം പൊട്ടിത്തെറിക്കുന്ന ചോക്ലേറ്റ് ആണ്. പിന്നെ ഇത് കോസ്മെറ്റിക് പ്രൊഡക്ട്സിൻ്റെ കളക്ഷൻസ് ആണ്. കോസ്മെറ്റിക്സ് ഒക്കെ നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഫേസ് വാഷിന് തന്നെ വരുന്നത് 249 റൂബിളൊക്കെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഹിമാലയയുടെ പ്രൊഡക്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ഹിമാലയയുടെ അതേ സെയിം പ്രൊഡക്ട്സ് അല്ല. ഇത് ഹിമാലയയുടെ ഹാൻഡ് ക്രീമാണ്. അതിന് 179 റൂബിളാണ്. പിന്നെ ഹിമാലയയുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ക്രീം കൂടി ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ അതിന് 221 റൂബിളാണ്. കുറച്ച് എക്സ്പെൻസീവാണ് നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോൾഗേറ്റ്, ക്ലോസപ്പ് ടൂത്ത് പേസ്റ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. റേറ്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. 99 റൂബിൾ, 129 റൂബിൾ. പക്ഷേ ടൂത്ത് ബ്രഷിനൊക്കെ റേറ്റ് കൂടുതലാണ് കേട്ടോ. 249, 124 റൂബിളൊക്കെയാണ് വരുന്നത്. പിന്നെ പേസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സെയിം റേറ്റൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 204 റൂബിൾ ഏകദേശം 180 INR ആണ്. പിന്നെ ഇത് റഷ്യയിലുള്ള ഷാമ്പൂ ആണ്. റഷ്യൻ കമ്പനിയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല ഷാമ്പൂ ആണ്. അധികം എക്സ്പെൻസീവും അല്ല. പിന്നെ സോക്ക്, അതായത് ജ്യൂസൊക്കെ റേറ്റ് വളരെ കുറവാണ്. ഇത് 2 ലിറ്ററിന് 119 ആണ്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ 1.5 ലിറ്ററിന് 114 റൂബിളാണ് വരുന്നത്. ഞാനിതെല്ലാം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അധികം കെമിക്കൽസ് ഒന്നും ഇവർ ജ്യൂസിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ ജ്യൂസിൻ്റെ തന്നെയാണെങ്കിലും പല വെറൈറ്റീസും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഓഫറിലുള്ള പ്രൈസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഞാൻ കൂടുതലും ഓറഞ്ച് ജ്യൂസാണ് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നാണെങ്കിൽ ഞാൻ ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് ചൂസ് ചെയ്തത്. ആദ്യം കാണിച്ച 2 ലിറ്ററിൻ്റെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ.